മരണത്തോട് മല്ലടിച്ചുകൊണ്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു സഹാബി, ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുകയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ, മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാ. കാണേണ്ട താമസം റസൂലുള്ളാഹി കരഞ്ഞുപോയി. പ്രവാചകന്റെ കൈകാല് വിറച്ചുപോയി. ഭയാനകമായ രൂപത്തിലാണ് ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി, അസ്റായീലേ, ഇതെന്ത് കോലമാണ് അസ്റായീൽ, ഇതെന്ത് രൂപമാണ് അസ്റായീൽ? ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഒരു മുസ്ലിമാണല്ലോ, പിന്നെ എന്ത് അസ്റായീൽ? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവനൊരു പരിഗണനയുമില്ല നബിയേ, ഇവനോടൊരു കരുണയും ഞാൻ കാണിക്കില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ? ഇവൻ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തവരാ. ഞാൻ ഇവനോട് ഒരുപാട് ഉപദേശിച്ചതാണ്, എന്നിട്ടും ഇവൻ നന്നാകാത്തവനാണ്. റസൂലുള്ളാഹി ചോദിച്ചു, എപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അസ്റായീലിന്റെ പേര് കേൾക്കുന്നത് പേടിയാ. എന്തിനാ വാപ്പാ പേടിക്കുന്നത്? നിനക്ക് കാണണോ? മലക്കുൽ മൗത്തിനെ കാണണോ? റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായീലിനെ കാണണോ? കാണാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് വേണമെങ്കിലും നിനക്ക് കാണാവാ. ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായീലിനെ കാണാൻ ആഗ്രഹമുണ്ടോ? എന്ന് വാഴകടിഞ്ഞ് പിരിഞ്ഞു പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങി. നാളെ രാവിലെ ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, നാളെ രാവിലെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ എഴുന്നേക്കണേ ചെറുപ്പക്കാരാ. ഒന്നെഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് കിടന്നു വന്നിട്ട് വെളിയിൽ നിന്ന് ഒളിവെടുത്തിട്ട് ഈ പള്ളിയുടെ കവാടം കയറുമ്പോൾ, ഈ പള്ളിയുടെ കവാടം കയറുമ്പോ പള്ളിക്കകത്തേക്ക് വലത് കാല് വെച്ച് കയറുമ്പോ ഒന്ന് കണ്ണു തുറന്നു നോക്ക് ചെറുപ്പക്കാരാ. നിൽക്കുന്നുണ്ടടാ പൊന്നുപോലെ വാപ്പാ അസ്റായീൽ. ഈ പള്ളിയുടെ കവാടത്തിൽ നീ നിസ്കരിക്കാൻ കടന്നു വരുമ്പോ ചിരിക്കുന്നു മുഖത്തോട്, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിന്റെ ചെവിയിൽ പറയുന്നുണ്ട്, വാപ്പാ ഈ നമസ്കാരം നിലനിർത്തിയ എന്നെ ഇതുപോലെ മരിക്കുന്ന സമയത്തും കാണാവുപ്പോ. ഇന്നത്തെ ദിവസം 5 നേരം ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമിനോട് അസ്റായീൽ പറയുന്നുണ്ട്, നമസ്കരിക്കാതെ പള്ളിയുടെ മുന്നിലൂടെ പോകുന്നവനോട് അസ്റായീൽ അവിടെ നിന്ന് വിളിച്ചു പറയും, നടന്നോടാ. അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നു, അധികാരിയെ പോലെ നടന്നു. ഒരു ദിവസം നിന്റെ മുന്നിൽ ഞാൻ വരും, എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് നിനക്ക് ചാകേണ്ടി വരുമടാ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ ഇവനോട് പറഞ്ഞതാ, എന്നിട്ടും ഇവൻ അനുസരിച്ചില്ല നബിയേ. ഇവനോട് കരുണയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമോ നബിയേ? ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മലക്കുൽ മൗത്ത് അസ്റായീലേ, ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഈ ലോകത്ത് ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ പോകുമ്പോ നീ ഒന്ന് ചിരിക്കുമോ അസ്റായീൽ? അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ. പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, കളയാക്കാതെ നിസ്കരിക്കുന്ന പെങ്ങളെ എങ്ങനെ വരുമെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. വീടിന്റെ മുന്നിൽ വന്നിട്ട് അസ്റായീൽ പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്,
സലാം പറഞ്ഞിട്ടാ കടന്നു വരുന്നത്. പടച്ചവരെ റൂഹ് പിടിക്കാ തുടങ്ങുകയാ. മരണവേദന വല്ലാത്ത വേദനയാ, മരണവേദന വല്ലാത്ത വേദനയാ. വാപ്പാ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കൊതിക്കുന്ന ചെറുപ്പക്കാരാ. മോനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താൻ പടച്ചവരെ മരിച്ചുപോയ നിന്റെ മാതാപിതാക്കളുടെ രൂപത്തില് കയ്യില് വെള്ളം പിടിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, മോനെ കുടിക്കാ വെള്ളം തരാ. വാപ്പയാ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ. നമ്മുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ വേച്ച് വേച്ച് നടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. വാപ്പാ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ നീ പേടിക്കണ്ട. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ. നിന്റെ വാപ്പയോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പുറപ്പോ ഭാര്യ മക്കളോ ആരുമില്ലെങ്കിലും നീ ഭയപ്പെടണ്ട. നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ നിന്റെ തലയുടെ വലത് ഭാഗത്ത് നിന്നിട്ട് അസ്റായിൽ പറഞ്ഞു തരും, പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിൽ പറയുമെന്ന് പറയടാ, റൂഹ് പിടിക്കട്ടെ. ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരരാ. അതുകൊണ്ട് പറമോരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പ നീ എവിടെ കിടന്ന് മരിച്ചാൽ എന്താ, നീ ഒന്നും പേടിക്കണ്ട. നിനക്ക് ആരും പറഞ്ഞുതരാ ഇല്ലെന്ന് പറഞ്ഞ് നീ വിഷമിക്കണ്ട. തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ഈ പള്ളിയുടെ കവാടത്തിൽ വെച്ച് നിന്നെ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ച അസ്റായിൽ നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നാളെ മുതൽ പള്ളിക്കകത്ത് കയറുമ്പോ കണ്ണ് തുറന്ന് നോക്കിക്കോ, എന്നെങ്കിലും ഒരിക്കൽ കാണണം. എന്തെങ്കിലും ഒരിക്കൽ മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ പള്ളിയുടെ കവാടത്തിൽ വെച്ച് അസ്റായിലിനെ കാണണം. അള്ളാഹു നമുക്കുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് ചെയ്ത വാക്ക് പാലിക്കുക. മനുഷ്യരോടുള്ളതല്ല, അള്ളാഹുവിനോട് ചെയ്ത കരാറെങ്കിലും പാലിക്ക്. വാക്ക് പറഞ്ഞ പാലിക്കണേ. പാലിച്ചാൽ അള്ളാഹുവെ പടച്ചവനെ നാളെ പരലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഇപ്പൊ കമ്മിറ്റിക്കാരാണെങ്കിലും ആരാണെങ്കിലും രാഷ്ട്രീയക്കാരുടെയൊക്കെ വാഗ്ദാനങ്ങൾ വേറെ, കമ്മിറ്റിക്കാരുടെ വാഗ്ദാനങ്ങൾ വേറെ. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പലതും. അധികാരങ്ങളൊന്നും ആരും ചോദിച്ചു വാങ്ങില്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാരെന്ന് എനിക്കറിയില്ല. അധികാരം ചോദിച്ചു വാങ്ങരുത്. അതുകൊണ്ടാണ് പണ്ടുള്ള ഇന്നൊക്കെ മഹല്ലുകൾ അടിയ. ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ പോയി, പടച്ചവനെ ഒന്ന് ഒരു പള്ളിയുടെ മതിലിടിഞ്ഞു വീണു, അത് കെട്ടാൻ പോലും അനുവദിക്കില്ല, അപ്പോഴും കേസാ. മക്കുബറയുടെ മതിലിടിഞ്ഞു വീണു, കെട്ടാൻ പോയാൽ അപ്പോഴും കേസ്. കേസ് 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 അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചില ആൾക്കാർ. എന്ത് മനുഷ്യന്മാരാ. എന്നിട്ട് എങ്ങനെയാ വോട്ട് പിടിക്കാൻ? എന്തൊക്കെയാ ഇലക്ഷൻ പാർട്ടികൾ നടത്തുന്ന പോലെ ലക്ഷ്യം വെച്ചിട്ട് അധികാരം കയറുമ്പോ എല്ലാം ഞാൻ ചെയ്തേക്കാം. അങ്ങനെയൊന്നും ചെയ്യരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഈ പണ്ടുള്ള ആൾക്കാരുടെ ഒക്കെ പോയിട്ട് പറയും, വാപ്പ നിങ്ങൾ പ്രസിഡന്റ് ആവണം. അല്ലോ എനിക്ക് വയ്യ, നിങ്ങൾ ആകിയ ഞാനാവത്തില്ല. അങ്ങോട്ട് പോയിട്ട് ആകാൻ പറഞ്ഞാലും വയ്യ, ഇങ്ങോട്ട് ഒരു എനിക്ക് വേണം എനിക്ക് വേണം. അധികാരം ചോദിച്ചു വാങ്ങരുത്. ചോദിച്ചു വാങ്ങിയാൽ അധികാരം ചോദിച്ചു വാങ്ങിയാൽ മരിക്കുന്നതിന് മുമ്പ് 3 ശിക്ഷ കിട്ടുമെന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദന്മാരെയൊക്കെ വരച്ച വരയില നിർത്തണം. ഇങ്ങോട്ട് വാ, എന്ത് വന്നാലും പറഞ്ഞിട്ടേ പോകാം. ഉസ്താദന്മാരെയൊക്കെ ഭരണം. ഫാത്തിഹ ഓതാൻ അറിയാത്തവൻ ഉസ്താദന്മാരെ ഭരിക്കും. ആലിമീങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികൾ, അവരൊക്കെ ബഹുമാനിക്കേണ്ടത്. ഇങ്ങോട്ട് വരച്ച വരയെ നിർത്താം. വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പോൾ എടുത്ത് വഴക്കുണ്ടാക്കും, തീർക്കേണ്ടത് പള്ളിയിലെ മോദിനോടാ. അങ്ങനത്തെ അവസ്ഥ. ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇവിടുത്തെ കമ്മിറ്റിയല്ല, അള്ളാഹു ഞങ്ങൾ ആരും വിചാരിച്ചേക്കില്ല. പറഞ്ഞപ്പോ പറഞ്ഞെന്ന് അർത്ഥം. അധികാരം ചോദിച്ചു വാങ്ങല്ലേ, 3 ശിക്ഷ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറയാം, വരച്ച വരയിലൊക്കെ നിർത്തിയ മഹാന്മാരുണ്ടെങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ചോ. ഒന്ന് അവൻ നാട്ടുകാരുടെ മുന്നിൽ നാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് നാട്ടുകാരുടെ മുന്നിൽ നാറിയിട്ടുണ്ടാകും. 2 ജയിൽവാസം. ഉണ്ട തിന്നാനുള്ള യോഗം ഉണ്ടാവും. കേസ് എപ്പം നോക്കിയാൽ അതേ ഉണ്ടാവുള്ളൂ.
ഒന്നി ഉണ്ടെന്നാലുള്ള യോഗം ഉണ്ടാകില്ലെങ്കിൽ കേസ് 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 കേസ്. അല്ലാഹുവേ, ഒരു സമാധാനമില്ല. 3 നല്ല ഒരു യാത്ര കിട്ടത്തില്ല. ഇവിടൊക്കെ കിടന്ന് കിടന്ന് സർവ്വതൊക്കെ താമസിച്ചിട്ട് നേരെ ചൊവ്വ പോവില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടുത്തെ ഭാരവാഹികൾ അല്ലാഹു അവർക്ക് അർശിന്റെ താഴെ ഒരു സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. പിന്നെ എല്ലാരും കൂടെ ചെലവന്മാരെ കൈ കൊടുത്താൽ പള്ളിയുടെ അടിവാരം വരെ ഇളക്കിത്തരും. എങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് മാറി നിൽക്കാനും പാടില്ല. ചില കാര്യങ്ങൾ അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവിടെ ഇരുന്നില്ലെങ്കിൽ വേറെ ആരും കയറിയിരിക്കും എന്ന് പറയണ പോലെ ചില സമയങ്ങളിൽ അധികാരം എടുക്കണം. അങ്ങനെ വാങ്ങുന്നവർക്ക് അല്ലാഹുവേ പള്ളിയുടെ ഖിദ്മത്ത് ഭരണം മാറിയിട്ട് പരിപാലനമാകണം. പരിശുദ്ധമായ കഅബയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ വീട്, ഏറ്റവും വലിയ ഭവനം. ഖാദിമുൽ കഅബൈനീന അവിടുത്തെ രാജാവിന്റെ പേരിന്റെ താഴെ എഴുതിയിരിക്കണം. അല്ല കഅബയുടെ പ്രസിഡന്റ് എന്നല്ല, മനസ്സിലാക്കിയാൽ മതി. പരിശുദ്ധമായ ഹറം ഇവിടെ നോക്ക്, അവരുടെ ഖാദിമുൽ കഅബ, അല്ലാഹുവിന്റെ വീടിന്റെ ഖാദിം, സേവകൻ. അതാ പള്ളിയിലെ പരിപാലകര ഭരണമാകരുത്. അല്ലാഹു ഇവർക്കൊക്കെ അർശിന്റെ താഴ്ഭാഗം കിട്ടുന്ന വിഭാഗത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വാക്ക് പറഞ്ഞ പാലിക്ക്, ലംഘിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബറക്കത്തില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി എന്നിട്ട് പറഞ്ഞ നബിയെ, സമ്പത്തുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, സമാധാനം മാത്രമില്ല, ജീവിതം നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം തിന്നാൻ പൈസ ഉണ്ട്, നിറയുന്നില്ല വയറ്, തിന്നിട്ട് വയറ് നിറയണില്ല. വീട്ടിൽ കയറി പോകാൻ വയ്യ, ഭാര്യയും മക്കളും കൂടെ ഉണ്ട്, തൃപ്തിപ്പെടാൻ കഴിയണില്ല. പിന്നെന്ത് ജീവിതം? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, സുബഹിക്ക് ശേഷം ഉറങ്ങല്ലേ, നിന്റെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ നല്ല രസമല്ലേ? പെണ്ണുമ്പിള്ളൊക്കെ കിടന്നുറങ്ങാറുണ്ട്. ഉറങ്ങല്ലേ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങല്ലേ. ഉറങ്ങിയ പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല, നല്ല സമയമല്ല, ഉറങ്ങേണ്ട സമയമല്ല അല്ലേ. അന്ന് ഉറങ്ങിയ പിന്നെ പോയി ജീവിതം. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഏത് വാപ്പ തന്റെ മക്കളെ തല്ലാൻ വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. വീട്ടിൽ നല്ലൊരു വടി കൊടുക്കേണ്ട സമയത്ത് മക്കൾക്ക് കൊടുക്കാൻ അങ്ങനെ വെട്ടിവെച്ചിട്ടുണ്ടാ? വീട്ടിലൊരു വടിയുള്ള വാപ്പമാരൊക്കെ കൈവഹിക്കാം, മക്കളെ തല്ലാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അല്ലാഹു അല, ചുമ്മാതല്ല വാപ്പ. നിങ്ങൾക്കൊക്കെ തരേണ്ട സമയത്ത് നിങ്ങളുടെ വാപ്പയൊക്കെ തന്നത് കണ്ട് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റി. ഇപ്പോഴോ വീട്ടില് വടി പോയിട്ടൊന്നുമില്ല, ഇരുന്ന് കണ്ണീരാ. വല്ലവന്റെ കൂടെ ഒളിച്ചോടുന്ന മക്കള് കാലവത. കണ്ണീര് കുടിക്കുന്ന എന്തുകൊണ്ടാ? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തോണ്ടാ. ഇനിയെങ്കിലും ഒരെണ്ണം വെട്ടിവെയ്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീയെങ്കിലും ഒന്ന് വെട്ടിവെച്ചോ, വീട്ടിലൊരു വടി വേണം. എവിടെയാണെന്ന് ചോദിച്ചറിയണം. വാപ്പാടെ വടി ചൂരിൽ അവിടെ ഇരിപ്പുണ്ട്, കിട്ടും. വേടിച്ച് വാങ്ങിച്ചു വെച്ചോ. ഒരു ചൂരിൽ വാങ്ങാൻ പൈസ ഒരു കാപ്പിക്കമ്പെങ്കിലും വെട്ടി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ, ഇന്ന് പോകുമ്പോ തിരിച്ചു പെണ്ണുങ്ങൾ പറയും നമുക്കൊന്നും പറഞ്ഞില്ല എന്ന്. പെണ്ണെ, റസൂലുള്ളാഹി പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക, 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ വീട്ടിലുണ്ടാകണം. അല്ലാഹു അങ്ങനെയുള്ള ഭവനമാക്കി തരുമാറാകട്ടെ. ആണുങ്ങളോട് 2 എണ്ണം, പെണ്ണുങ്ങളോട് 2 എണ്ണം ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1, ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എന്തിനെ വളർത്തിയ? പരമനുഷ്യന്മാരെന്താ ആടെന്ന് പറയാൻ പേടി? ആടെന്ന് പറയാൻ തന്നെ ഇപ്പൊ പേടി. അത് നിരോധിച്ചിട്ടൊന്നുമില്ല, പേടിക്കണ്ട. ആടിനെ ഏത് വീട്ടിൽ വളർത്തുന്നോ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉണ്ടോ? ആരുടെയെങ്കിലും വീട്ടിലൊരു ബർക്കത്തിനെങ്കിലും ഒന്ന് കൈവക്കിക്കേ. ആരുടെയെങ്കിലും. എല്ലാവരുടെ വീട്ടിലും TV ഉണ്ടോ? ചിരിക്കണ ഉണ്ട് ഉസ്താദേ, ബർക്കത്തിലുണ്ടില്ലേ? ചിലത് 2 എണ്ണൊക്കെ അല്ലേ. ആടിനെ വളർത്തിയ ക്ഷമയുണ്ടാകുന്ന എല്ലാ പ്രവാചകന്മാരും ആട് മേച്ചവൻ. ആടിനെ മേച്ച ആട് ബർക്കത്തുള്ള ജീവിയാണ്. ചാവാലി പട്ടി പ്രസവിക്കുമ്പോ 3 എണ്ണം പ്രസവിക്കും, 5 എണ്ണത്തിനൊക്കെ ഒറ്റ പേരാ പട്ടി അല്ലേ. എത്രയോ പടിങ്ങനെ നായി പ്രസവിച്ച് കൂട്ടാറുണ്ട്. ആട് കൂടിപ്പോയ 1 2 എണ്ണം, അതിൽ കൂടുതലൊന്നും പ്രസവിക്കാറില്ല. കൂടിപ്പോയ 3 എണ്ണം. അതൊക്കെ വളരെ മുഹാല, ചെറുപ്പം. എന്റെ പ്രിയമുള്ള സഹോദരി, എങ്കിലും എത്ര കാലം മുതൽ ആടിനെ തിന്നുന്നുണ്ട് നമ്മളൊക്കെ, തീരുന്നുണ്ടോ എവിടെയെങ്കിലും? എന്നാ പട്ടി ചത്തി എവിടെ പോണെന്ന് പോലും അറിയണില്ല. ഈ സാധനങ്ങളൊക്കെ പെറ്റ് പെരുകി കൂടുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. ആട് ബർക്കത്തുള്ള ജീവിയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2, ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി. കോഴിയെ തിന്നാൻ മാത്രമുള്ളതല്ല, വളർത്താനുള്ളതാണ്. പെണ്ണുമ്പിള്ള പറയും, ഓ ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിയിട്ടിരിക്കണത് കോഴിക്ക് കാഷ്ടിക്കാനല്ല. എവിടെ നിന്നും വേണ്ട, കോഴിയെ വളർത്തണം വീട്ടിൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉണ്ടാ ആട്ടുകല്ലുണ്ടാവോ വീട്ടില്? ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല പുതിയ തലമുറയ്ക്ക്. ആട്ടുകല്ലെന്നല്ലേ പറയും, മിക്സിയുടെ ആട്ടുകല്ലാരുടെങ്കിലും വീട്ടിലുണ്ടോ? നിന്റെ പെണ്ണുപിള്ള പറയുന്നു പറയാ, അങ്ങാർക്ക് അങ്ങനൊക്കെ പറയാ, നമുക്കല്ലേ അറിയുന്നു. അവക്ക് തിന്നുന്നതും പാടാ. പെണ്ണുങ്ങൾക്ക് തിന്നുന്നതിന് തിന്നാനുമുള്ള വാനങ്ങളും വെള്ളം കൊണ്ട് കിട്ടിയാൽ മതി പറഞ്ഞ അങ്ങനെ. ആട്ടുകല്ല് അത് വേണം. ഈ ഹദീസ് പഠിപ്പിക്കുന്നത് വന്ന വഴി മറക്കരുതെന്ന്. നമ്മൾ പലരും മറന്നുപോയി വന്നത്. പണ്ട് ഒരു കൂരയ്ക്കകത്ത് നിരന്ന് കടന്നൊരു കാലുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കൊക്കെ ഇടാൻ പോലും വസ്ത്രമില്ലാത്തൊരു കാലം. പാപ്പ മുണ്ട് മുറുക്കി ഉടുത്തിയിട്ട് നടന്നൊരു കാലുണ്ടായിരുന്നു. ഇന്ന് നല്ല വീടും പണമൊക്കെ ആയപ്പോ ഇന്ന് അടുക്കള 2, 3 അല്ലേ? ഇന്ന് അടുക്കള എത്ര? പണ്ട് വീട്ടിൽ ഒരുപാട് അടുക്കള വെക്കല്. മഹാന്മാര് പറയാ, ഒരു അടുക്കള മതി വീട്ടിൽ, ചെറുത്. പണ്ട് നിന്റെ വീട്ടിൽ 10 പേരുണ്ടെങ്കിലും ഒരു ചെറിയ അടുക്കള. മനസ്സുകൾ തമ്മിൽ അടുപ്പുണ്ടായിരുന്നു. ഇന്ന് 3, 4 ആയി. ഇന്ന് വെളിയിൽ അടുക്കള. പണ്ട് ആൾക്കാർ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാഷ്ടിക്കാൻ പുറത്തു പോവായിരുന്നു. ഇന്ന് പുറത്തുനിന്ന് തിന്നിട്ട് കാഷ്ടിക്കാൻ വീടിനകത്ത് വരുന്ന അവസ്ഥ. ബെഡ്റൂമിനകത്ത് ബാത്റൂം ഇരിക്കണേ, ഹാളിലല്ല ബാത്റൂം, ബെഡ്റൂമിനകത്ത്. അങ്ങനായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വന്ന വഴി മറക്കരുത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ ആട്ടുകല്ലുണ്ടോ അതൊരു ബർക്കത്താണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. ഇതൊന്നും കാണൂല വീട്ടിൽ. മണ്ണിപ്പോ ചോറ് വെക്കണത് കറണ്ടില്ല, പിന്നിപ്പോ എന്തിനാ കറിച്ചട്ടിയൊക്കെ. എന്റെ പ്രിയമുള്ളവരെ, ഈ 4 സാധനങ്ങൾ രാവിലെ എറണാകുളം ചന്തയിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്ന റബിയ, അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് മോഹമുണ്ട് നബിയേ, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ. ആരാര് തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകത്ത് നിന്ന് എന്റെ പ്രിയമുള്ള പെങ്ങള്, ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുകയാ, നാളെ എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല പെണ്ണ്. അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ പൊന്നുമോള്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടുകയാണ്. സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് മക്കള് പറയുന്നു, അല്ലാ, എന്റെ ഉപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തെറ്റ് എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ നരകത്തിൽ പറഞ്ഞിട്ട് എനിക്കൊന്ന് സ്വർഗം തരുമോ എന്ന് നാട് നമ്മുടെ മക്കള് പറയുന്ന ദിവസം, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ആരാര് തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് തരുമോ? എന്റെ തറവാട്ടിലേക്ക് എനിക്ക് പോകണം നബിയേ. അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു പോകാനുള്ള 3ാമത്തെ വഴി റസൂലുള്ളാഹി പറയുന്നു. ആദാ റസൂലുള്ളാഹി പറയുകയാണ്, റബിയ, ആരെയും ചതിക്കല്ലേ റബിയ, വിശ്വാസവഞ്ചന കാണിക്കല്ലേ റബിയ. എന്റെ റസൂലുള്ളാഹി പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, കൂടെ നിന്നിട്ട് ചതിക്കല്ലേ, ചതിക്കല്ലേ, വഞ്ചന കാണിക്കല്ലേ. റസൂലുള്ളാഹി പറയുന്നു, നാളെ വരുന്നത് എങ്ങനെയെന്നറിയുമോ? പടച്ചവരെ, ഇവിടുത്തെ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങളെ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് വരുന്നത് പിൻദ്വാരത്തിൽ വലിയ കൊടികുട്ടി വെച്ചിരിക്കുകയാ. അവന്റെ മലധാരത്തിലേക്ക് വലിയ ഒരു കൊടികുട്ടി വെച്ചിട്ട് നടക്കാൻ കഴിയാതെ ഇടഞ്ഞിടഞ്ഞ് നാളെ പരലോകത്ത് കടന്നു വരുന്ന വിഭാഗമുണ്ട്. ജനങ്ങൾ മുഴുവനും, അല്ലാഹുവേ, ഈ
വൃത്തികെട്ടവനാരാ? പിന്താരത്തിൽ കൊടികുത്തി വെച്ച് വരുന്നവനാരാ? എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു, ജനങ്ങള് ഇവനെ ചതിയനാ, ഇവനെ കൂടെ നിന്നിട്ട് വഞ്ചിച്ചവരാ. റസൂലുള്ള പറയുന്നു, വഞ്ചകന്മാർക്കുള്ള ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചതിയും വഞ്ചനയും കാണിക്കുന്നവർ ആളെ വരും. ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടുന്നു. അങ്ങനാണെങ്കിൽ പള്ളിയുടെ മിനാരമൊക്കെ നമ്മുടെ കൊടിയുടെ മുന്നിൽ തോറ്റുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എവറസ്റ്റ് ഒക്കെ ചെറുതെന്ന് അവനവൻ ചതിച്ച കണക്കൊന്ന് കൂട്ട്. എന്തൊക്കെ ചതിയും വഞ്ചനങ്ങളാ. പടച്ചവനെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവന്മാരുണ്ട്. കൂടെ നിന്നിട്ട് ചതിക്കുന്ന ആൾക്കാര് കച്ചവടത്തിലും ഏത് വിഷയം ചതിയും വഞ്ചനയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഇന്ന് വിവാഹ ജീവിത ഭർത്താവ് ഗൾഫില, ഭാര്യ ഇവിടെ ഇങ്ങനെ നല്ല സ്വഭാവം നടക്കാം. രാവിലെ നമ്മുടെ പെമ്മക്കളുടെ അവസ്ഥ, രാവിലെ വാപ്പയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് പോവാ, വരണില്ല, അല്ലാഹുവേ ട്യൂഷൻ ഉണ്ട് അതുണ്ടെന്ന് പറഞ്ഞിട്ട് പോണ മക്കൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പെമ്മക്കളെ ഒരു വാപ്പായും കൂടുതൽ നമ്പണ്ട. വളരെ ഞാൻ പറയാം, പെമ്മക്കളിൽ കൂടുതൽ വിശ്വാസമൊന്നും വേണ്ട. കാരണം ഇവളുമാരുടെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറണമെന്നറിയില്ല. ഇവളുമാരുടെയൊക്കെ സ്വഭാവം, ഞാനൊരു അനുഭവം പറയാം. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ സ്വന്തം മകനെ പോലെ എൻ്റെ ഉപ്പമാരോട് പറയാം, അനുഭവസ്ഥനായതുകൊണ്ട്. പടച്ചവനെ നമ്മുടെ പെമ്മക്കൊക്കെ എന്ത് പറ്റി? അടുത്തൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദ് മുസ്ലിമിൽ നിന്ന് ഒരാണും മറ്റൊരു മതത്തിലേക്ക് പോകുന്നില്ല, പെണ്ണുങ്ങൾ മാത്രം പോകുന്നതിന്റെ കാരണം എന്താ? ഉത്തരം മുട്ടിപ്പോയി. ഏതെങ്കിലും ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാണ് ഇസ്ലാമിന്റെ പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല, പെൺമക്കൾ പോകുന്നു. അതിന്റെ കാരണം എന്താ? അതാ കണ്ടുപിടിക്കേണ്ടത്. ഉസ്താദിന്റെ ന്യൂനതയല്ല, മറ്റുള്ളവന്റെ ന്യൂനതയല്ല. നീ ആദ്യം നിന്റെ ന്യൂനത കണ്ടിടും. ആദ്യം നിനക്ക് പറ്റിയ പിഴക് എന്താണെന്ന് തിരുത്ത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മക്കളൊക്കെ ഓടെ ഈ അടുത്ത് അള്ളാഹു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് വാ, അത്യാവശ്യമാ. കഴിക്കാനിരുന്ന ഭക്ഷണത്തിന്റെ മുന്നിൽ തന്നെ പിടിച്ചോണ്ടൊരു വീട്ടിലേക്ക് കയറി ചെന്നു. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാപ്പയും അമ്മയും മണ്ണെണ്ണ എടുത്തുകൊണ്ട് നിൽക്കുന്നു. മോള് ബാഗും പിടിച്ചോണ്ട് നിൽക്കണ്. എന്ത് ചാടി പോയിട്ട് പിടിച്ചോണ്ട് വന്ന് നിർത്തിക്ക, വീണ്ടും പോവാൻ നിൽക്കുക. മുസ്ലിം പോവില്ലല്ല, അമുസ്ലിം ആയൊരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ പറയുന്നതിൽ സങ്കടമുണ്ട് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. അള്ളാഹുവേ ഈ പെണ്ണിനോട് ഉപദേശിക്കാൻ ഞാൻ എന്നാ ഉപദേശിക്കാനാ? ബാഗ് എടുത്തോണ്ട് നിൽക്കുന്നിടത്ത് പോയിട്ട് പോകണ്ടെന്ന് പറഞ്ഞ ഓള് പോവാ. സ്വന്തം തള്ള മണ്ണെണ്ണ എടുത്തോണ്ട് നിൽക്കുക. അവസാനം ഒരുപാട് കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉസ്താദ് ഇവളിവിടെ ഇറങ്ങിയ ഞങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ചാവുക, എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരുത്ത പെറ്റുപോയില്ല. കേട്ടോ, അവര് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ കാണാൻ മരിച്ച ഇവിടെ കാണാൻ പോലും അനുവദിക്കരുത്. ഞാൻ വരൂല ഉമ്മ നിങ്ങളെ കാണാൻ. അവള് പറയാ, 19 വയസ്സുണ്ടവക്ക്, അറിവില്ലാത്തവളല്ല, ഞാൻ വരൂല ഉമ്മ നിങ്ങളെ കാണാൻ. അവസാനം അവള് പറയാ, ഞാനിപ്പം തൂങ്ങും, കതക് തുറക്ക്, ഞാനിപ്പം തൂങ്ങും, ഇല്ലെങ്കിൽ ഞാൻ ചാവുന്നു. നീ ചത്തോ? ഉമ്മ പറയാ. എന്നാലും 4 ദിവസമല്ലേ നാട്ടുകാർ പറയും. മോളെ നീ തൂങ്ങി മരിച്ച 4 ദിവസം നാട്ടുകാർ പറയും. നീ പോയാ സഹിച്ച് ജീവിക്കണ്ടേ? അവസാനം വാപ്പാനെ പിടിച്ച് തെള്ളി കതക് തുറക്കാൻ വേണ്ടി. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല. എനിക്കൊരു അട്ടി കൊടുക്കാൻ വേണ്ടി കൈ പൊങ്ങിപ്പോയി. പക്ഷെ പീഡനമാണെന്ന് പേടിച്ചിട്ട് ഞാൻ അടിച്ചില്ല. അവസാനം എന്തും പറഞ്ഞിട്ട് ഈ പെണ്ണ് കേൾക്കാതെ വന്നപ്പോ അവസാനത്തെ അടവെന്ന രീതിയിൽ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചെന്ന് എഴുതി വെച്ചിട്ട് നീ പൊക്കോളെ. എന്റെ ഉപ്പയും ഉമ്മയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവള് ചോദിച്ചു, എവിടെയാ എഴുതണ്ടേ? അല്ലാഹു കാക്കുമാറാകട്ടെ. എവിടെയാ എഴുതണ്ടേ? എനിക്കെന്റെ ചെറുപ്പക്കാരനല്ലേപ്പാ, എന്റെ ആകെ ഉള്ളതൊക്കെ വിട്ടുപോയി. പിന്നെ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവസാനം ഉപ്പയുടെ കണ്ണീര് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, വാപ്പാ ഒന്ന് റമളാൻ മാസമല്ലേ, ഒന്ന് കഅബയിൽ പോ, നന്നാവും. ചിലപ്പോ ഒന്ന് കഅബയിൽ പോകാനില്ലാത്ത കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കി ഭാര്യയും ഭർത്താവും മകളും കൂടെ പരിശുദ്ധ ഹറമിലേക്ക് പോകാൻ തീരുമാനിച്ചു. വിസയൊക്കെ അടിച്ചു. പോകുന്നതിന്റെ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ ഈ മോളെടുത്ത് പോയി. കാരണം അന്ന് ദേഷ്യപ്പെട്ടപ്പോ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഒന്ന് പൊരുത്തം ചോദിക്കാൻ തോന്നി. ഞാൻ ആ പെൺകുട്ടിയുടെ അടുക്കൽ, ഞാൻ കള്ളം പറയല്ല സഹോദരങ്ങൾ, നിങ്ങൾക്കൊരു മകനെ പോലെ പറയാ, ഈ ഉമ്മമാര് നല്ലപോലെ കേൾക്കണം. ഞാൻ ഈ മകളുടെ അടുക്ക പോയിട്ട് പറഞ്ഞു, പരിശുദ്ധമായ കഅബ ആദ്യമായിട്ട് കാണുമ്പോ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും, നീ എന്ത് ചോദിക്കും? പരിശുദ്ധമായ കഅബ കാണുമ്പോ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും, നീ എന്ത് ചോദിക്കും? എനിക്ക് അവനെ കിട്ടണമെന്ന് ഞാൻ ചോദിക്കുന്നു. അവൾ എന്നോട് പറയാ. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ അവനെ മുസ്ലിമാക്കി തരണമെന്നെങ്കിലും ചോദിക്കണേ, അവനെ മുസ്ലിമാക്കി തരണേന്നെങ്കിലും ചോദിക്കണേ. അതാ ഗതികേട്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇനി അവിടെ പോണേന്ന്? ഇനി കാണാൻ പറ്റത്തില്ലല്ലോ ഉസ്താദ്, ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറയാ,
ഇനി ഒരിക്കലും ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ, വല്ലാഹി ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പോയാ കഅബ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അവസാനമല്ലേ ഒന്ന് കണ്ടിട്ട് വരാം, പോയിട്ട് തിരിച്ചു വന്നു, ഒരു മാറ്റവും ഇല്ല. അവൾ അവിടെ നിന്നിട്ടും പറഞ്ഞത് ആ വിഷയം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം. ഇതാ കാലം, റമളാൻ മാസം അവസാനത്തെ 10 ദിവസം സർവ്വ ശൈത്താന്മാരെയും അല്ലാഹു കെട്ടിയിട്ടിരിക്കുന്ന ഈ മാസം, എന്തേ നമ്മുടെ പെമ്മക്കൊക്കെ എന്തേ പാപ്പാ നിന്റെ അടുക്കൽ ആരെങ്കിലും വന്ന് മകൾ അങ്ങനാന്ന് പറയുമ്പോ ഇല്ല ഉസ്താദേ, എന്റെ മോൾ അങ്ങനെ, അവള് മലക്ക് പ്രസവിച്ചല്ലേ, അവളത് ചെയ്യൂല, അങ്ങനെ പറയല്ലേ, കൂടുതൽ നമ്പല്ലേ. 2 ദിവസം മുമ്പ് ഞാനും നിങ്ങളും വാട്സപ്പിൽ ഒരു വാപ്പയുടെയും സഹോദരന്റെയും കണ്ണീര് കണ്ടതാ. തലശ്ശേരിയിൽ ഒരു വാപ്പ യാചിക്കുന്നു മകളോട്, 20 കൊല്ലം പോറ്റി വളർത്തിയ മകളോട് യാചിക്കാം, മോളെ പോകല്ലേ, മോളെ പോകല്ലേ, മോളെ യാചിക്കുന്ന ഒരു ഉപ്പ, ഒരു സഹോദരൻ. ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് വാപ്പയുമ്മയും അല്ലാഹുവേ കോടതിയുടെ മുന്നിൽ നെഞ്ച് പൊട്ടിയിട്ട് ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിൽ പിറന്നല്ലോ എന്ന് പ്രാകുന്ന സമയത്ത് തന്റെ കാമുകന്റെ കൂടെ പോലീസിന്റെ വണ്ടിക്കകത്തിരുന്ന് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിടുന്ന നമ്മുടെ സമുദായത്തിലെ മക്കൾ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രക്ഷപ്പെടൂല്ല പെങ്ങന്മാരോട് ഞാൻ പറയാ, മനസ്സറിഞ്ഞിട്ട് പറയുന്നു, വല്ലാഹി സത്യം, വല്ലാഹി വല്ലാഹി സത്യം, പൊന്നുമോളെ ശപിക്കുകയല്ല. ഏതെങ്കിലും ഒരു പെണ്ണ് അള്ളാഹുവിനെ മറന്നിട്ട് ഇറങ്ങിപ്പോയാ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങിപ്പോയാ, പുഴുത്തല്ലാതെ നീയൊന്നും മരിക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തിന്നിട്ട് എല്ലിനകത്ത് കൊഴുപ്പ് കയറുമ്പോ ഇവളങ്ങ് പോകും. ഇവളുടെ ഉമ്മായിക്ക് ഒരു പട്ടം കൊടുത്തിട്ടാ പോനെ. 9.5 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റുമാൻ ഒരു പട്ടം കൊടുക്കണമല്ലോ, ഒരു വലിയ ബഹുമതി. എന്തേ കൊടുക്ക? ഇവള് തിന്നിട്ട് വല്ലവന്റെ കൂടെ സുഖിക്കാൻ പോകും. മോള് പൊക്കഴിയുമ്പോ നാട്ടിലെ അയൽവാസികളായ പെണ്ണുങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ഓരോ പെണ്ണും കേട്ടോ, നീ പോകുമ്പോ നിന്റെ അയൽവാസികളായ പെണ്ണുങ്ങൾ പറയുന്നൊരു വാക്ക്, ഉമ്മാന്റെ സ്വഭാവമല്ലേ മോള് കാണിക്കും എന്ന് പറഞ്ഞാൽ, വേലി ചാടുന്ന ഉമ്മ, അപ്പൊ അതല്ലേ മോള് കാണിക്കും. മറ്റൊരുത്തന്റെ കൂടെ മോള് പോയിട്ടുണ്ട്, അപ്പൊ നാട്ടുകാര് പറയണത് ഉമ്മാന്റെ സ്വഭാവമല്ലേ മകള് കാണിക്കും എന്ന് പറഞ്ഞ ഉമ്മ വ്യഭിചാരിയാണെന്ന്. അങ്ങനെ ഒരു പട്ടമെങ്കിലും മേടിച്ചു കൊടുക്കണമല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരിക്കലും പെൺകുട്ടികളെ കുറ്റം പറയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ തിരുത്തി കൊടുക്കാതെ നിസാരമായി കണ്ട വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ, താടിക്ക് നീളൻ ഇത്രയാട്, നിസ്കാര തഴമ്പുണ്ട്, അസറിന് വന്ന ഇശാ കഴിഞ്ഞേ പോകോ. പക്ഷേ ഇശാ കഴിഞ്ഞ് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യയും മക്കളും ടിവിയുടെ മുന്നിലിരുന്ന് സീരിയൽ കാണുകയാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്ത വാപ്പാ, സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത, സ്വന്തം മക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത വാപ്പാ, പിന്നെ എന്തിനാ ഉപ്പാ ജീവിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ മക്കൾക്ക്, അല്ലാഹുവേ പടച്ചവനെ ഫോൺ വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കള്, മോളെ നശിച്ചോ മോളെ, മോളെ നശിച്ചോ മോളെ. പടച്ചവനെ ചെറുതൊന്നുമല്ല, തലകണയുടെ അത്രയും നീളമുള്ള ഫോണാണ്. പടച്ചവനെ ആരെ വിളിച്ചാല് കുഴപ്പമില്ല, ആരെ ചാറ്റ് ചെയ്താല് കുഴപ്പമില്ല, നശിച്ചോ എന്ന് പറഞ്ഞ മക്കൾക്ക് ഫോണും വാങ്ങി നെറ്റുമെടുത്ത് കൊടുക്കുന്ന ബാപ്പമാര്, കണ്ടവന്മാരുടെ കൂടെ നടക്കാറ്, കൂട്ടുകാരല്ലേ, ഫ്രണ്ട്സ് അല്ലേ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഉമ്മാനെ കണ്ടാ മക്കള് പഠിക്കുന്നത്. ഗർഭിണിയായിരിക്കുമ്പോഴേ പടച്ചവനെ ഉമ്മ പടച്ചവനെ ഗർഭിണിയായിരിക്കുമ്പോഴേ സീരിയലിന്റെ മുന്നിലിരിക്കുന്നത് കാണുകയാ, പാല് കൊടുക്കുന്നത് ടിവിയുടെ മുന്നിലിരുന്ന, കാമുകനോട് സംസാരിക്കുന്നത് കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ടാ, കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കാമുകന്റെ കൂടെ കറങ്ങാൻ പോകുന്നത്. എല്ലാ വൃത്തികേടുകളും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മ തന്നെയാ. എന്നിട്ട് അവസാനം എന്റെ പ്രിയമുള്ളവര്, നിന്നെ കണ്ട് പഠിച്ച മക്കള് വഴി പിഴച്ചു പോകുമ്പോ മറ്റുള്ളവന്റെ കൂടെ ഓടിപ്പോകുമ്പോ നെഞ്ചത്തിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, വളർന്നു വരുന്ന എന്റെ മക്കളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആദ്യം നന്നാകേണ്ടത് നീയാ, ആദ്യം
നന്നാകേണ്ടത് നീയാ. നീ നന്നായാലേ നിന്റെ വീട് നന്നാകൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം നന്നാകേണ്ടത് ഞാനും നിങ്ങളെ മക്കൾക്ക് വയതൊന്നും വേണ്ട. ആദ്യം നന്നാകേണ്ടത് നമ്മൾ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശിക്കാൻ 1000 നാവല്ലേ എല്ലാവർക്കും? ഉപദേശിക്കാൻ പള്ളി വീട്ടിൽ ബാങ്ക് വിളിച്ചു വാപ്പ പീടിന്റെ മുന്നിൽ ഇരുന്നിട്ട് മോനോട് പറയും പള്ളിയിൽ പോടാ, നിസ്കരിക്കാൻ പോടാ. അങ്ങാരുടെ കാലിന് ഒരു കുരുവില്ല. വാപ്പ മുന്നിൽ പോണം, മക്കളെ പുറകെ കൊണ്ടുപോകണം. അതാ നിയമം. വാപ്പ വീടി കട്ടൻ പീടിയും വലിച്ചിട്ട് മോനോട് പള്ളിയിൽ പോകാൻ. ഉമ്മ ടിവിയുടെ ഫ്രണ്ടിൽ പെറ്റ് കിടക്കാൻ മഗ്‌രിബിന്, പെറ്റ് കിടക്കാൻ എന്റെ മുന്നിൽ. എന്നിട്ട് മോളെ മഗ്‌രിബിന് ബാങ്ക് വിളിച്ചു, സലാത്ത് പറ, യാസീൻ ഓതി നിസ്കരിക്ക്, ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക. എന്ത് ന്യായം! പറയുന്നതിലൊരർത്ഥം വേണ്ടേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നതിന് മുമ്പ് ഓരോ വാപ്പയും ഉമ്മയും കേൾക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ഉമ്മ തന്റെ മകനെയും കൊണ്ടുവന്നു. ഒരു ചെറിയ മകനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നബിയെ, ആരും പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല, മധുരം വാരി വാരി തിന്നുന്ന നബിയെ, ഒന്ന് ഉപദേശിക്ക് നബിയെ, എന്റെ മോനെ ഒന്ന് നന്നാകട്ടെ നബിയെ, നിങ്ങൾ പറ നബിയെ, മധുരം വാരി വാരി തിന്നുന്ന നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ ഉമ്മ മകനെയും കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് തിരിഞ്ഞു വന്നു, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മകനെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് തിന്നരുത്, ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ നബിയോട് ചോദിച്ചു, ഇത് പറയാനോ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞൂടെ? ഇത് പറയാൻ ഒരാഴ്ച എടുത്ത് അന്നേ പറഞ്ഞൂടെ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മ, മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നീ നന്നാകുക. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യം നമ്മളാ നന്നാകേണ്ടത്, എന്നിട്ടാ മറ്റുള്ളവനെ നന്നാക്കാൻ നടക്കേണ്ടത്. ആദ്യം നീ ഒന്ന് വാപ്പയാകെ. വാപ്പയുടെ സ്ഥാനത്ത് നിൽക്ക്, ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്ക്. നിന്റെ മക്കൾ ഒരുത്തന്റെ മുന്നിൽ നിന്നെ നാണം കെടുത്തൂല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സീരിയൽ കാണുന്നത് മടിയിലിരുത്തിയിട്ട്, കുഞ്ഞാകുമ്പോഴേ ഇരുത്തിയിട്ട് ചന്ദനമട കാണാതെ അവർക്ക് ഉറങ്ങാൻ പറ്റൂല. പരസ്പരത്തിലെ ദീത്തിമോളെ പോലെ ആക്കണമെന്ന ഓരോ ഉമ്മയുടെ ആഗ്രഹം. ആവു നല്ല രസവാ അല്ലേ? കഥ പറഞ്ഞു കൊടുക്കുന്നത് സീരിയലിന്റെ കഥകളാ. പണ്ടൊക്കെ ചിലർക്കൊക്കെ വെള്ളമടിച്ചില്ലെങ്കിൽ കൈവറയ്ക്കുന്ന പോലെ മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മമാർക്ക് ഇരുത്ത് വരത്തില്ല, സീരിയൽ കാണാതെ പറ്റൂല. കരണ്ടൊക്കെ പൊക്കഴിഞ്ഞ പടച്ചോനെ മന്ത്രി വരെ തള്ളക്കി വിളിക്കും. അങ്ങനത്തെ അവസ്ഥ പെണ്ണുങ്ങൾ. പണ്ടൊക്കെ പെണ്ണുങ്ങൾ സദസ്സിൽ വന്നിട്ട് 100 രൂപ തന്നിട്ട് ഭർത്താവിന്റെ കള്ളുകുടി മാറാൻ ദുആ ചെയ്യണം ഉസ്താദെ. ഇന്ന് ആണുങ്ങൾ വന്നിട്ട് പെണ്ണും പിള്ളയുടെ സീരിയൽ കാണലൊന്നും നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യും ഉസ്താദെ. കാലവിടെത്തി. അല്ലാഹുവേ പടച്ചവനെ നന്നാകാൻ മനസ്സില്ല. എന്നാ തീരാറായി പടച്ചവനെ. ക്യാൻസർ രോഗികളെ കാണുന്നു. തന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പേര് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു. എത്രയോ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് പോലും കണ്ടിട്ടുണ്ട്. ഇവൾ ഇന്ന് വരെ കരഞ്ഞിട്ടില്ല. പക്ഷെ സീരിയലിന്റെ കരച്ചിൽ കണ്ടാ ഒഴുകുകയാ. അല്ലാഹുവേ പടച്ചവനെ, ഭാര്യയും മക്കളും സ്വന്തം ഉമ്മയും വാപ്പയും മക്കളും ഇരുന്ന് ഒരുമിച്ച് കാണുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സീരിയൽ കണ്ടിട്ട് കരയുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, നീ മുസ്ലിമല്ലേ പൊന്നുമോള്? അല്ലാഹുവേ, കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, പെങ്ങന്മാരോട് പറയുകയാ, എവന്റെ കൂടെ വേണമെങ്കിലും പൊക്കോ, ഒരു പരാതിയുമില്ല. പണ്ടൊക്കെ ആയിരുന്നു ഒരു പെണ്ണ് ഒളിച്ചോടുന്ന് കേൾക്കുമ്പോ ഒരു വിഷമം. ഇപ്പൊ ഒരു വിഷമോ ഇല്ലെന്ന്. ഇപ്പൊ എന്താ റാഹില, ഒരു പെണ്ണ് തലശ്ശേരിയിലെ, എന്താ എന്റെ പേര്, ഒരു പേര് എന്റെ സുൽഫിയ പെണ്ണിന്റെ പേര് റാഹില. ഒരു പെണ്ണ് പോയി. എല്ലാവരും ആ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വല്ലാത്ത വേദന. ഒരു ചെറുപ്പക്കാരൻ എഴുതിയ ഒരു കമന്റ്സ് ഉണ്ടായിരുന്നു, ഞാൻ അവന്റെ കൂടെ. അതിന്റെ താഴെ അവൻ എഴുതിയിരുന്നു, അൽഹംദുലില്ലാ, സ്വർഗത്തിൽ അത്രയും സ്ഥലം ഒഴിച്ചു കിട്ടിയല്ലോ, പോയത് പോട്ടെ, നമുക്ക് അവിടെ കിടന്ന് അടിച്ചു വിളിക്കാന്ന്. അങ്ങനെ തന്നെ അവസ്ഥ. പോയതൊക്കെ വിളക്കൊണ്ട് നിന്നിട്ട് എന്ത് കാര്യം? വിളക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം? വിളക്ക് ഇരുന്നിട്ട് എന്ത് കാര്യം? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോയതൊക്കെ പോട്ടെ, അല്ലാഹ് ഇതിനൊന്നും വേണ്ട, ഉള്ള നല്ല കുറച്ച് മതി. ഉള്ള നല്ല നരകമുണ്ട് സ്വർഗമുണ്ടല്ലോ. അല്ലാഹനെ മറന്നിട്ട് പോകുന്നവളെ പിന്നെ എന്താ മനുഷ്യന്മാരെ പറയാ? അല്ലാഹനെ മറന്നിട്ട് പോകുന്നവളെ എന്താ പറയാ? കാഫിറിനെ കാണിച്ചിട്ട് അവനല്ല, അവൻ സ്വർഗവാസിയായിരിക്കും. ചിലപ്പോ നരകവാസി ആരാണെന്ന് ചോദിച്ചാ ഒരു കാഫിറിനെ കാണിക്കരുത്. കാരണം അവൻ എന്തെങ്കിലും ഹിദായത്ത് കിട്ടി തിരിച്ചു വരും. അല്ലാഹനെ ചവിട്ടി തേച്ചിട്ട് പോയവൾ അവളെ കാണിച്ചു കൊടുക്കണം. ഏതാ നരകത്തിന്റെ അവകാശം? തിരിച്ചു വരാൻ പറ്റുമോ? പോയില്ലേ, ഇനി വന്നിട്ട് എന്ത് കാര്യം? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ അല്ലാഹനെ ചവിട്ടി തേച്ചിട്ടാ പോണേ. ഇസ്ലാമിന്റെ വില എന്താണെന്ന് അറിയില്ല.
ഇസ്ലാമിന്റെ വില എന്തെന്നറിയില്ല. കാരണം ചെറുപ്പം മുതലേ സീരിയൽ കണ്ട് വളർന്നവളല്ലേ. അതാ ജീവിതം, അതാ ജീവിതം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അല്ലാഹുവേ പടച്ചവനെ മുസ്ലിമാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മറന്നുപോയല്ലോ, മറന്നുപോയല്ലോ. എങ്കിൽ എന്റെ പെങ്ങൾക്ക് ഞാനൊരു പെണ്ണിനെ ഓർമ്മപ്പെടുത്താ, ഒരു ഉമ്മയെയും മക്കളെയും ഓർമ്മപ്പെടുത്താ. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ഇങ്ങനെ ബുറാഖ് എന്ന വാഹനത്തിൽ കടന്നു പോകുമ്പോ അല്ലാഹുവേ ഒരു സ്ഥലത്തെത്തുമ്പോ വല്ലാത്ത സുഗന്ധമടിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ജിബ്രീലേ വല്ലാത്തൊരു സുഗന്ധമടിക്കുന്നല്ലോ, എവിടെ നിന്നാ ജിബ്രീൽ, എവിടെ നിന്നാ ജിബ്രീൽ? യാ റസൂലല്ലാഹ് അത് സ്വർഗത്തിന്റെ വാസനയാ നബിയേ. എവിടെ നിന്നെന്ന് ചോദിക്കുമ്പോ അവിടെ ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ, ഒരു ഖബർ കാണിച്ചു കൊടുക്കുന്നു നബിയേ. ആ ഖബറിനകത്ത് നിന്നോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ ഏത് പ്രവാചകന്റെ ഖബറാ? സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബർ ഏത് പ്രവാചകന്റെ? ആ ജിബ്രീൽ യാ റസൂലല്ലാഹ് അത് പ്രവാചകന്മാരുടെ ഖബറല്ല, ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാറിയോ. ഒരടിമ പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാട്. അതിനകത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ബുറാഖ് നടിപ്പിക്കുവോ, ബുറാഖ് നടിപ്പിക്കുവോ, ആ ഖബറിന്റെ ചാരത്ത് പോവോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, ജിബ്രീലേ ഈ പെണ്ണാരാ? ജിബ്രീൽ പാതിരാത്രി ഒരുമിച്ച് കൂടിയുടെ പ്രിയമുള്ള സ്നേഹനിധികളായ എന്റെ പെൺമക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിനക്ക് പഠിക്കാനുള്ള നായികയാ, നിനക്ക് പിൻപറ്റാനുള്ള നായികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ് മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാ നബിയേ. പടച്ചവരെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തില് പടച്ചവരെ വേലക്കാരിയാ. പടച്ചവരെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാ. അവസാനം അല്ലാഹുവേ മൂസാ നബി പറഞ്ഞു കൊടുത്ത മാസിത്താ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ. മാസിത്ത ബീവി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ പൊന്നുമകളുടെ മുടി ചീകാൻ ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. മാസിത്ത ബീവി ചീപ്പെടുക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്നു ബിസ്മില്ലാഹ്. അവിടെ അല്ലാഹുവിന്റെ പേര് പറയുകയാ. ഫിർഔനിന്റെ പൊന്നുപോലെ കൊടുക്കുകയാ. വാപ്പയുടെ ചെവിയിലെത്തുകയാ. കൊട്ടാരത്തിലെ അടിമപ്പെണ്ണ് മുസ്ലിമായി എന്നറിഞ്ഞാൽ അതിനെക്കാലം മാനക്കേടില്ലല്ലോ. ഫിർഔൻ ഒരുപാട് ഉപദേശിച്ചു, ആശിത്താൻ ഒരുപാട് ഉപദേശിച്ചു. എന്നിട്ടും ആശിത്ത തിരിച്ചു വരുന്നില്ല. അവസാനം നാട്ടുകാരറിഞ്ഞു തുടങ്ങി, എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഫിർഔൻ കൊട്ടാരത്തിലെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ടൊരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും ഇവളെ തിരിച്ചു കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും ഇവളെ തിരിച്ചു കൊണ്ടുവരണം. എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലൊരു ശിക്ഷ കൊടുക്കണം. എന്റെ പ്രിയമുള്ള പെണ്ണുകളെ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. എന്നിട്ട് മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, മാഷിത്ത തീരുമാനത്തിൽ മാറ്റമുണ്ടോ? മാഷിത്ത ആ മുസ്ലിം എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല.
നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോ, ഞാൻ തിരിച്ചു വരൂല. ശത്രുക്കൾ പറയുന്നു മാസിത്ത, ഇത് നിനക്കുള്ളതല്ല മാസിത്ത. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് 7 വയസ്സുള്ള പൊന്നുമോളെ വലിച്ചിഴച്ചുകൊണ്ട് വരികയാ. മാസിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ 7 വയസ്സുള്ള പൊന്നുമോളെ വലിച്ചിഴച്ചുകൊണ്ട് വന്ന് തിളച്ചു മറിയുന്ന തീക്കട്ടയുണ്ടല്ലോ, ആ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കള് ചോദിച്ചു, മാസിത്ത മാറ്റമുണ്ടോ? ഇല്ലെങ്കിലും എന്റെ പൊന്നുമോളെ ഇതിനകത്തിട്ട് കരിക്കുമെന്ന് പറയുന്നു. മാസിത്ത ബീവി റളിയല്ലാഹു തആല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കൊണ്ട് പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, മോളെ കരയല്ലേ, എന്റെ പൊന്നുമോളെ കരയല്ലേ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. ചിരിക്കുന്ന മുഖത്തോടെ കൊണ്ട് പൊന്നുമോളെ യാത്രയാക്കുകയാ. തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് തന്റെ പൊന്നുമോള് കിടന്ന മരണവെപ്രാളത്തിൽ വെന്തിരുകയേറ്റ് കിടന്ന് വിളിച്ചു പോകുമ്പോ മാഷിത്തയുടെ കണ്ണ് നിറഞ്ഞില്ല. ഈമാനുള്ള പെണ്ണിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാറിയില്ല. ഒന്നാമത്തെ മകള് കരിഞ്ഞിട്ട് എല്ലുവാരി വെളിയിലിട്ടു. രണ്ടാമത്തെ മകളെ കൊണ്ടുവരികയോ അതിനെയും ഇതുപോലെ നിർത്തികെട്ട് ചോദിച്ച് മാറ്റമുണ്ടോ? മാസത്തെ കരഞ്ഞില്ല. ഇത് സീരിയലിന്റെ കഥയല്ല, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ എഴുതി വെച്ച സാങ്കല്പിക കഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ മിഅ്റാജിന്റെ രാത്രിയിൽ പറഞ്ഞു കൊടുത്ത ചരിത്രമാ. മാസിത്ത ബീവിയുടെ രണ്ടാമത്തെ കുഞ്ഞിനെയും തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. മൂന്നാമത് കൊണ്ടുവന്നത് ആരെയെന്നറിയുവോ? ചോരയുടെ മണം മാറാത്ത പൊന്നുപോ പ്രസവിച്ച് 7 മാസമേ പ്രായമായുള്ളൂ. അല്ലാഹുവേ, തന്നെ മൂന്നാമത്തെ പൊന്നുപോ ശത്രുക്കളെ കൊണ്ടുവന്ന് തിളച്ചു പറയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് അവിടെ ചോദിച്ചു, മാസിത്ത നോക്കു മാസിത്ത, നിന്റെ പൊന്നുമോനെ ഒന്ന് നോക്കു മാസിത്ത, അവന്റെ ചിരിയെന്ന് നോക്കു മാസിത്ത, ഇവനെയും വെറുതെ കൊന്നുകളയടോ. മാസിത്ത ബീവിയുടെ ഹൃദയം കിടക്കുകയാണ്, കണ്ണ് നിറഞ്ഞു പോവുകയാണ്. തന്റെ പൊന്നുമോനെ നോക്കാ കഴിയുന്നില്ല. മാസിത്ത ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കരയുകയാണ്. ശത്രുക്കളെ മുഴുവനും കളിയാക്കുകയാ. മാസിത്ത ബീവി തോറ്റുപോയെന്ന് കരുതിയിട്ട് മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരില് പടച്ചറപ്പിനെ വലിച്ചെറിഞ്ഞെന്ന് ഓർത്തിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ തന്റെ പെറ്റുമ്മ മാത്രം നിന്ന് കരയുകയോ. എല്ലാവരും ഉമ്മാനെ കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ള പെണ്ണ്, ആ ചിരിക്കുന്ന ശത്രുക്കളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാല് കുടിക്കുന്ന പൊന്നുമോ അവിടുന്ന് വിളിക്കുന്ന ഉമ്മ, അവിടുന്ന് വിളിക്കുന്ന ആ ഉമ്മ പൊട്ടിക്കരയുന്ന ഉമ്മാനെ വിളിക്കുന്ന ഉമ്മ. 7 മാസം പ്രായമുള്ള കുഞ്ഞ് സംസാരിക്കുമ്പോ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അവിടുന്ന് പറയുന്ന ഉമ്മ കരയല്ലേ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ, നമ്മള് മുസ്ലിമീങ്ങളാണുമ്മ, നമ്മള് സ്വർഗത്തിലാവുമ്മ. ഉമ്മ എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പടച്ച റബ്ബിനെ വലിച്ചെറിയല്ലേ ഉമ്മ. എന്നെ ഒന്ന് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുമോ? എന്നെ ഒന്ന് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുമോ? പാല് കുടിക്കുന്ന കുഞ്ഞ് വിളിച്ചു പറയുമ്പോ പക്ഷേ ഉമ്മ കരയുകയാ. ആ സമയത്തും ആശിത്തെ കരയുകയാ. അവസാനം 7 മാസം പ്രായമുള്ള പൊന്നുവോ ഉമ്മയുടെ കരച്ചില മാറ്റിയതെന്ന് പറഞ്ഞിട്ടെന്നറിയുമോ? അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ ദുനിയാവിലെ തീ സഹിക്കാ, ഈ തിളയ്ക്കുന്ന എണ്ണ ഇത് ദുനിയാവിലെ തീയാ ഉമ്മ, ഇത് സഹി
സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. എന്നെ ഒന്ന് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകുമോ? ഇതിന്റെ അടിയിൽ സ്വർഗമാവുന്നോ? ഈ തിളയ്ക്കുന്ന എണ്ണയുടെ അടിയിൽ സ്വർഗമാവുന്നോ? കേൾക്കേണ്ട താമസം കണ്ണുനീര് തുടച്ചിട്ട് ഓടി വന്ന് തന്റെ ചോര കുഞ്ഞിനെ വാരിയെടുത്ത് ചുടുചുംബനം കൊടുത്തിട്ട് അവിടെ പറയുന്നു, കരയല്ലേ മോരെ, എന്റെ പൊന്നുമോ കരയല്ലേ. അല്ലാഹുവേ, തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് ചോര കുഞ്ഞിനെ വലിച്ചെറിയുകയാ. 3 മക്കളും മരിച്ചോ, 3 മക്കളും മരിച്ചോ. അതാ സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, മാസിത്ത ബീവിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ പറഞ്ഞു പോയി, മാസിത്ത, നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാസിത്ത. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔൻ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരി പെണ്ണിന്റെ ഈമാനിന്റെ മുന്നില് തോറ്റുപോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ആ പെണ്ണിന്റെ തലമുറയാവോള് പതറല്ലേ, ഒരുത്തന്റെ മുന്നിലും പതറല്ലേ. എന്റെ റബ്ബിനെ വിട്ടെനിക്കൊന്നും വേണ്ട, എനിക്കെന്റെ റബ്ബാ വേണ്ടത്, എന്റെ ദീനാ വേണ്ടതെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം. അല്ലാഹുവേ, ജിബ്രീൽ പറയുന്ന നബിയേ, ഫിർഔൻ ചോദിച്ചു, മാസിത്ത, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ പരമാസിത്ത, നിന്നെ കൊല്ലാ പോവുകയാണ്, എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ പരമാസിത്ത. മാസിത്ത ബീവി പറഞ്ഞു, എനിക്കൊരേ ഒരു അഭിലാഷമുണ്ട്, എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ എന്റെ ഈ കരിഞ്ഞു കിടക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ, ഇവളുടെ ശരീരവും എന്റെ കൂടെ തന്നെ കബറടക്കല്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെയും മക്കളുടെയും കബറാരവിയോ ഇതിനകത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ തന്റെ 3 മക്കളെയും കത്തി കരിഞ്ഞു കിടക്കുന്നു, ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കി. മുസ്ലിം പെണ്ണുങ്ങൾ അങ്ങനെ, അള്ളാഹു അങ്ങനെയുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെ തലകീഴായിട്ട് കെട്ടി തീക്കകത്ത് ഇറക്കി നിർത്തിയിരിക്കുക. ശരീരം മുഴുവനും കെട്ടികെട്ടി കത്തുന്ന തീക്കകത്ത് ഇറക്കി നിർത്തി. പടച്ചവനെ, ശരീരം ഇങ്ങനെ പച്ച ഇറച്ചി വെന്തുരുകുമ്പോ ഓടി ചെന്നിട്ട് ഭർത്താവിനെ തെള്ളി വെളിയിലേക്ക് ഇട്ടു. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് കരയുമ്പോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല രണ്ടുപേരും കൂടെ അടുത്ത് വന്നിരിക്കുമ്പോ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, നീയും അവിടെ നിന്ന് പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ ഭർത്താവും നിന്റെ മകനും സ്വർഗത്തിലാ. അല്ലാഹുവേ, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഖുറൈശികൾ മുഴുവനും തല്ലി ചതയ്ക്കുക. അവിടെ കിടന്നുകൊണ്ടിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാസ്രേ, കിടന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗത്തിലാ, തോറ്റു കൊടുക്കല്ലേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, നമ്മളൊക്കെ സ്വർഗത്തിലാ, ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കുമ്പോ അബൂജഹൽ പഴിപ്പിച്ച കമ്പി എടുത്തിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കി. അല്ലാഹുവേ, വയറ് തുളച്ചിട്ട് കമ്പി പുറത്തു വന്നു. എന്നിട്ട് മരുഭൂമിയിലേക്ക് വീഴുമ്പോ ആ വീണ കടപ്പിൽ കടന്നിട്ടും ഭർത്താവിനോട് പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹുവാണ് വലിയവൻ, തോറ്റുകൊടുക്കല്ലേ. അബൂജഹൽ കാലെടുത്തിട്ട് സുമയ്യ ബീവിയുടെ കഴുത്തിൽ ചവിട്ടി മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തി. അപ്പോഴും പറഞ്ഞു കൊടുത്തു, നമ്മുടെ മുസ്ലിമീങ്ങളാ, തോറ്റുകൊടുക്കില്ല, നമ്മൾ സ്വർഗത്തിലാ. അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. മലർത്തി കിടത്തിയിട്ട് കുത്തിയ കമ്പി വലിച്ചൂരിയിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തി ഇറക്കിയിട്ട് ആ പച്ച ഇറച്ചി വലിച്ചിറക്കുമ്പോഴും സുമയ്യ പറഞ്ഞു അത്രേ, അല്ലാഹു അഹദ്. അതാ മുസ്ലിം പെണ്ണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്നലെ കണ്ടവന്റെ കൂടെ പുറത്തിറങ്ങി പോകുന്ന മക്കളല്ല. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് ഞാൻ പറയാ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്, അല്ലെങ്കിൽ നിനക്ക് കരയേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചതിയും വഞ്ചനയും കാണിക്കരുത്. ഇന്ന് ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങൾ, റസൂലുള്ള പറഞ്ഞു, ഒറ്റ ഹദീസ് പറഞ്ഞു നിർത്തുകയാ, 2 കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവരുടെ ആയുസ് അല്ലാഹു കുറച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ സദസ്സിലിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ 2 തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോ. എന്റെ ചെറുപ്പക്കാരാ, മോനെ, ഈ പറയുന്ന 2 തെറ്റ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ തിരുത്തിക്കോ. ഇല്ലെങ്കിൽ നിന്റെ മക്കള് തീമായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മക്കള് വാപ്പാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നിനക്ക് ആയുസ് ഉണ്ടാകില്ല. എന്റെ പെങ്ങളോട് പറയുന്നു, നിന്റെ ഭർത്താവിനോ നിനക്കോ ഈ ശീലമുണ്ടെങ്കിൽ തിരുത്തിക്കോ. ഇല്ല, ഭർത്താവിന്റെ കൂടെ നീയും കൂടിയ ആ മനുഷ്യന്റെ മയ്യത്ത് കാണാൻ നീ തയ്യാറെടുത്തോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആയുസ് കുറച്ചു കളയുന്ന 2 തെറ്റുകളുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.